എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മഹത്വമാക്കപ്പെട്ട അമലുകൾ, ഒരുപാട് സലാത്തുകൾ, ഒരുപാട് ദിക്റുകൾ, പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുകൾ, ആയത്തുകൾ മഹത്വങ്ങളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ പടച്ചവൻ നമുക്ക് നൽകപ്പെടുന്നതാണ്. അത്തരം മഹത്തായ അമലുകളെയാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാൻ ധാരാളം നമുക്ക് പറയാൻ, ഇതൊരുപാട് കേൾക്കാനുമെല്ലാം അല്ലാഹു നമുക്ക് സൗഭാഗ്യങ്ങൾ തരുമാറാകട്ടെ മുഅ്മിനീങ്ങളെ. മാത്രമല്ല, ഈ അമലുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത് പകർത്തണം. വലിയ വലിയ ബർക്കത്തുകൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇത് കേട്ടുകളയാതെ ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തണം. പകർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. നാം പറയുന്ന അമലുകൾ ഹദീസിൽ വന്നത് മഹാന്മാർ നമുക്ക് വിവരിച്ചു തന്നതാണ്. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുത മാറ്റങ്ങൾ കാണാം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമലുകൾ കൊണ്ട് മാറ്റം വേണമെങ്കിൽ തെറ്റുകളിൽ നിന്നെല്ലാം നാം ഒഴിഞ്ഞു നിൽക്കണം. നമ്മൾ ഓരോ ദിവസവും കണ്ണുകൊണ്ടും കൈകൊണ്ടും എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. മോശകരവുമുണ്ട്, നല്ലതുമുണ്ട്. ഇന്നത്തെ യുവതലമുറ ഫോണുകളിൽ കൂടി എന്തെല്ലാം തെറ്റുകൾ കാണുന്നവരാണ്. എല്ലാവരും കുറച്ച് ആളുകളെ കുറിച്ചാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു ഐശ്വര്യ സമ്പൂർണമായ ഒരു ജീവിതം നമുക്ക് നൽകപ്പെടണമെങ്കിൽ നമ്മൾ 5 വഖ്ത് നമസ്കാരങ്ങൾ ഉള്ളവരാകണം. അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി നമ്മൾ മാറി നിൽക്കണം എന്നല്ല, നിർബന്ധമായിട്ട് നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. തെറ്റുകളിൽ നമ്മൾ മാറി നിൽക്കണം. അല്ലാഹുവേ, പടച്ചവരേ, റഹ്മാനായ റബ്ബേ, അതിനെല്ലാം നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. അതിനെല്ലാം നീ സൗഭാഗ്യം നൽകണേ പടച്ചവരെ. എന്നിട്ട് അനുഗ്രഹങ്ങളുടെ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കണം മുഅ്മിനീങ്ങളെ. ഇന്ന് ബുധനാഴ്ചയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ വ്യാഴാഴ്ചയാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ്. ബറാഅത്ത് രാവിന്റെ ദിനമാണ്. ബറാഅത്ത് രാവാണ്. ആ മഹത്വമേറിയ രാവിൽ നിങ്ങൾ ധാരാളം അമലുകൾ ചെയ്യപ്പെടണം. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഒരുപാട് അമൽ നമ്മൾ ചെയ്യണം. സാലിഹായ അമലുകൾ നമ്മൾ ചെയ്യണം. കാരണം രാവിലെ നമ്മൾ സാലിഹായ അമലുകൾ നമ്മൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതാണ്. ആ ദിവസം വളരെ മഹത്വമുള്ള ദിനമാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ ദിവസത്തിൽ നമ്മൾ ഓതേണ്ടുള്ള യാസീൻ നമ്മൾ ഓതണം ഇൻഷാ അല്ലാഹ്. അത് നാളത്തെ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നതാണ്. യാസീൻ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ഖൈറുകൾ നൽകപ്പെടണം. ഇനി വരാൻ പോകുന്ന ഒരു വർഷത്തിൽ അല്ലാഹു സകല അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകപ്പെടണം. നമ്മൾ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യപ്പെടണം. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകപ്പെടണം. നമ്മൾ മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കണം. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് ചെയ്യേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു 3 യാസീൻ നമ്മൾ ഓതണം. ഓരോ യാസീൻ ഓതുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ പറയേണ്ടിയുള്ളത്, പ്രപഞ്ചസൃഷ്ടാവായ പടച്ചവനോട് നമ്മൾ പറയേണ്ടിയുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ വിശദീകരിക്കുന്നതാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ ബാക്കിയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. മഹത്തായ രാവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചവൻ സകല ഖൈറുകളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്കെല്ലാം അല്ലാഹു സകല അനുഗ്രഹങ്ങളും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മഹത്തായ രാവിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. നാളെ ഞാൻ ഇറങ്ങുന്ന വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വിശദമായി അതിന്റെ നിയ്യത്തും അതുപോലെ തന്നെ യാസീൻ നമ്മൾ നിനക്ക് വേണ്ടി ഓതണമെന്നെല്ലാം ഞാൻ വിശദമായി ഇൻഷാ അല്ലാഹ് പറയുന്നതാണ്. നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മഹത്തായ അമലിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭവനങ്ങളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യപ്പെടാറുള്ള മഹത്തായ അമലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം, നമ്മുടെ വീട്ടിൽ ഒരുപാട് സൗഭാഗ്യങ്ങളും ബർക്കത്തും കയറി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ വീടിന്റെ വാതിൽ പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദിക്ർ പറഞ്ഞാൽ ഒരുപാട്
അനുഗ്രഹങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നതാണ്. അത്ഭുതപ്പെടുത്തുന്ന സൗഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതാണ്. നമ്മൾ വീടിന്റെ വാതിൽ രാവിലെ തുറക്കുമല്ലോ. അപ്പൊ തുറക്കുന്ന സമയം ഈ പരിശുദ്ധ വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ വാതിൽ ഓപ്പൺ ചെയ്യേണ്ടിയുള്ളത്. എങ്ങനെ നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ തുറക്കുമ്പോൾ ഈ പറയാൻ പോകുന്ന പരിശുദ്ധമാക്കപ്പെട്ട വചനം പറഞ്ഞുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ തുറക്കേണ്ടിയുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടോ പള്ളു വിളിച്ചുകൊണ്ടോ തെറി വിളിച്ചുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ തുറക്കേണ്ടിയുള്ളത്. ഈ പരിശുദ്ധമാക്കപ്പെട്ട വചനം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ തുറക്കേണ്ടിയുള്ളത്. അങ്ങനെ നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ കൃത്യമായി നിങ്ങൾ തുറന്നു വന്നാൽ അല്ലാഹു സൗഭാഗ്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അനുഗ്രഹങ്ങൾ അല്ലാഹു ധാരാളം നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. രാത്രി വാതിൽ അടയ്ക്കുമ്പോൾ ഈ പരിശുദ്ധ വചനം കൊണ്ട് നിങ്ങൾ അടക്കേണ്ടത്, ഈ വചനം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ ഭവനങ്ങൾ നിങ്ങൾ അടക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അടച്ചാൽ പിശാച് പോലും ആ വീട്ടിൽ പിന്നെ പ്രവേശിക്കുകയില്ല. ആ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാർ വാതിൽക്കൽ കാവൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു വെള്ളക്കടലാസിൽ എണ്ണം തെറ്റാതെ പരിശുദ്ധമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചേർത്ത് നിങ്ങൾ എഴുതുക. നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൽ കാണുന്നത് പോലെ അത് 35 പ്രാവശ്യം എഴുതിയിട്ട് വീട്ടിൽ എവിടെയെങ്കിലും ആ സൂക്ഷിക്കപ്പെടേണ്ടതായ അതിന്റെ പവിത്രതകൾ കളയാതെ നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ, എഴുതിയിട്ട് വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് എവിടെയെങ്കിലും മുൻവശത്തോ ബഹുമാനത്തോടെ വൃത്തിയിലോ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ ആ വീട്ടിൽ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് മഹത്തുക്കൾ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് നമ്മുടെ വീടിന്റെ വാതിൽ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ, ഇനി മുതൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഭവനത്തിന്റെ വാതിൽ നിങ്ങൾ തുറക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുറന്നാൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് അല്ലാഹു എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് പറഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങളുടെ ഭവനത്തിന്റെ വാതിലുകൾ തുറക്കാവൂ മുഅ്മിനീങ്ങളെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 35 പ്രാവശ്യം മേൽ പറയപ്പെട്ടതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് എഴുതി സൂക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ബിസ്മിയുടെ ഖൈറും ബർക്കത്തും ആ വീട്ടിൽ കിട്ടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ ഈ പരിശുദ്ധ വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ വചനം 100 പ്രാവശ്യം ഓതുക. എന്നിട്ട് ഇശ്ഫിയാ അല്ലാഹ് എന്ന് പറഞ്ഞ ആ രോഗിയെ മന്ത്രിച്ചാൽ, ഇങ്ങനെ 7 ദിവസം ആ രോഗിയെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ആ രോഗം മാറാൻ കാരണമാണ്. അതുപോലെ തന്നെ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എത്രയോ പേർ നമ്മുടെ കുടുംബത്തിലുണ്ട്. രോഗമായിട്ടുള്ളവർ മുഅ്മിനീങ്ങളെ, മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 100 പ്രാവശ്യം നിങ്ങൾ ഓതുക. ഇശ്ഫിയാ അല്ലാഹ് എന്ന് പറഞ്ഞ ആ രോഗിയെ മന്ത്രിച്ചാൽ, ഇങ്ങനെ 7 ദിവസം നിങ്ങൾ മന്ത്രിച്ചാൽ ആ രോഗം മാറാൻ കാരണമാണ്. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട് റബ്ബേ, അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ തന്നെ സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരല്ലോ, അവർക്ക് മാറാ രോഗങ്ങൾ ഉള്ളവർ 100 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഓതി മന്ത്രിച്ചിട്ട് 7 ദിവസം ഇങ്ങനെ ചെയ്യുക. ഇശ്ഫിയാ അല്ലാഹ് എന്ന് പറഞ്ഞു മന്ത്രിച്ചു കൊടുത്താൽ ആ രോഗങ്ങൾ മാറാൻ കാരണമാണ്. അതുപോലെ തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര വലിയ രോഗമാണെങ്കിലും അല്ലാഹു ആ രോഗങ്ങൾ
ശിഫയാകാനുള്ള ഒരു വഴി അല്ലാഹു നൽകപ്പെടുന്നതാണ്. ആ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുന്നതാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ് സ്ത്രീകൾ ളുഹറിന് മുമ്പ്, പുരുഷന്മാർ വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് മുമ്പ്, സ്ത്രീകൾ ളുഹറിന് മുമ്പ് അഥവാ ഇമാം മെമ്പറിലായിരിക്കുമ്പോൾ പുരുഷന്മാരാണ്. ഇമാം മെമ്പറിലായിരിക്കുമ്പോൾ ഈ വചനം 113 വട്ടം ഓതിയിട്ട് ഖുതുബ നിർവഹിക്കുന്നതിന് മുമ്പ് 113 വട്ടം ചൊല്ലുക. ചൊല്ലിയിട്ട് ഖുതുബ നിർവഹിക്കുമ്പോൾ മനസ്സിൽ എന്താണ് ആഗ്രഹം അത് ദുആ ചെയ്താൽ പെട്ടെന്ന് ആഗ്രഹം സാധിക്കുന്നതാണ്. സ്ത്രീകൾക്ക് ളുഹറിന് മുമ്പ് വെള്ളിയാഴ്ചയാണ് ഈ പറയുന്നത്. സ്ത്രീകൾ ളുഹറിന് മുമ്പ് നിനക്ക് എന്ത് ആഗ്രഹം സാധിച്ചെടുക്കാൻ ഇതിന്റെ ബർക്കത്ത്, ഇതിന്റെ പവർ പരിശുദ്ധ ബിസ്മിയിലുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് മഹത്വമുള്ള ഈ ബിസ്മി ഒരിക്കലും നിങ്ങൾ കൈവിടരുത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അതിൽ ബർക്കത്തുണ്ട്. ഇനി ബിസ്മി കൊണ്ട് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങാതിരുന്നാൽ അതിൽ ബർക്കത്തില്ല. ചിലർക്ക് വലിയ വസ്വാസാണല്ലേ, ചിലർക്ക് വലിയ വസ്വാസാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ശരിയാവോ ഇല്ലേ, ശരിയാവോ ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഖൈറായ ഏത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് നിങ്ങൾ തുടങ്ങിയാൽ അതിൽ ബർക്കത്തുണ്ടെന്ന് കളവ് പറയാത്ത നേതാവ് നബിയുനാ റസൂലുള്ളാഹി. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതായ ഈ മഹത്തായ ആയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അമലാക്കി നിങ്ങൾ മാറ്റണം. എന്ത് ഖൈറായ കാര്യം നിങ്ങൾ ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹത്തായ ആയത്ത് ഓതിക്കൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യണം. അതിൽ അല്ലാഹു ധാരാളം ബർക്കത്തുകൾ നൽകപ്പെടുകയാണ്. വിശേഷ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഇതൊക്കെ നിങ്ങൾ വർദ്ധിപ്പിക്കുക, ഇതൊക്കെ നിങ്ങൾ ചൊല്ലുന്നതിന് വർദ്ധിപ്പിക്കുക. ഈ നല്ല നല്ല രാവുകളിൽ ഇതൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ആയത്തിനെ നിങ്ങൾ ആര് വിട്ടുകളെ എന്ത് ചെയ്താലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തുടങ്ങണേ മുഅ്മിനീങ്ങളെ. വലിയ ബർക്കത്തുകൾ അല്ലാഹു നൽകുന്നതാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതിദിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അർഹമർ റഹീമിനായ അല്ലാഹുവേ, പ്രപഞ്ചസത്താവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഞങ്ങൾക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാനുള്ള ഒരു സാലിഹായ അമലാക്കി നീ മാറ്റണേ പടച്ചവനെ. കരുണവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവരുടെ ജോലി നൽകണേ അല്ലാഹ്. റബ്ബേ, എത്രയോ മക്കളുള്ള ഭവനങ്ങളിൽ സാലിഹീങ്ങളായ ഇണകളെ കാത്തു നിൽക്കുന്ന പടച്ചവനെ, അവരിലേക്കെല്ലാം നീ സാലിഹീങ്ങളായ ഇണകളെ എത്തിക്കണേ അല്ലാഹ്. അവിടെ എല്ലാ വിവാഹങ്ങളും അതിമനോഹരമായി നടത്താനുള്ള എല്ലാ തൗഫീഖും മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും നീ നൽകണേ പടച്ചവനെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് വലയുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. എത്രയോ പേര് മക്കളില്ലാത്തവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അല്ലാഹ്. സാലിഹീങ്ങളായ മക്കളെ നീ അവർക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യത്താണ് പടച്ചവനെ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ അവരുടെ ബന്ധുമിത്രാദികൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് റബ്ബേ. അല്ലാഹുവേ, അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. അതുപോലെ പടച്ചവനെ, ഞങ്ങളുടെ സഹോദരങ്ങളും പലരും കച്ചവടക്കാരാണ് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഏത് മേഖലയിലാണെങ്കിലും റബ്ബേ നീ ഖൈറുകൾ നൽകണേ അല്ലാഹ്. നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹലാലായ സമ്പാദ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കച്ചവടങ്ങളിലൊക്കെ നീ ബർക്കത്തുകളും അനുഗ്രഹങ്ങളും ധാരാളം നൽകണേ അല്ലാഹ്.
ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ രോഗം, ക്യാൻസർ പോലെയുള്ള മാരകമായ പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. സർവ്വ മുസീബത്തുകളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. അക്രമികളുടെ അക്രമത്തിൽ നിന്നും മരണക്കാട് മാണ്ടത്തിൽ നിന്നും കൊടുത്തങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ മുഅ്മിനാത്തുകളെല്ലാം നീ കാക്കണേ പടച്ചവനെ. ഖാലിഖായ റബ്ബേ, ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വാപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബക്കാരെ കാക്കണേ പടച്ചവനെ. സർവ്വ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നീ ശഅബാനിൽ ബർക്കത്ത് നൽകണേ. റമളാൻ ഞങ്ങൾക്ക് ധാരാളം നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ സാലിഹായ അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റമളാൻ നീ ഞങ്ങളെ എത്തിക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.